ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസിൽ 5 ഓറഞ്ചിൽ നിന്നും ലഭിക്കുന്ന ഷുഗർ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയോ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡ്രിങ്ക്സും ഡയബറ്റിക്സും പ്രമേഹ രോഗികളിൽ എന്തെല്ലാം കഴിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഫ്രഷ് ജ്യൂസ് ഓർ ഫ്രൂട്ട് ജ്യൂസ് ഇത് നമ്മൾ കഴിക്കുമ്പോഴേ അതിൽ ഫൈബേഴ്സ് ഒക്കെ റിമൂവ് ചെയ്തിട്ട്, ഫ്രൂട്ട്സിൻ്റെ ഫൈബേഴ്സ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് അതിൽ ചിലപ്പോൾ അഡീഷണൽ പഞ്ചസാര ഇടും, ചില ആളുകൾ പഞ്ചസാര ഇടില്ല. എന്നിരുന്നാലും അതിൽ നിന്ന് പിന്നീട് കിട്ടുന്ന ആ ഒരു സത്ത് ഉണ്ടല്ലോ, അത് പ്യുവർ ഷുഗറാണ്. ഈ ഫ്രൂട്ട്സ് ജ്യൂസ് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഡയബറ്റിക് പേഷ്യന്റിന് ഒരു 50 പോയിന്റ് ഷുഗർ റൈസ് ആവും. അതിനേക്കാൾ നല്ലത് ഫ്രൂട്ട്സ് കഴിക്കുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ ഡ്രിങ്ക്സ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചായയിൽ സാധാരണ നമ്മുടെ കേരളത്തിൽ 2 നേരം അല്ലെങ്കിൽ 3 നേരം ചായ കുടിക്കുന്ന ആളുകളാണ്. ഓരോ പ്രാവശ്യവും ചായയിൽ 3 സ്പൂണ് പഞ്ചസാര ഇടും. അപ്പോൾ ഓരോ സ്പൂണ് പഞ്ചസാര ഇടുമ്പോഴും ഒരു ഏകദേശം 5 ഗ്രാം പഞ്ചസാരയാണ് അതിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു ചായയിൽ നിന്ന് 15 ഗ്രാം പഞ്ചസാര നമുക്ക് ലഭിക്കും. ഈ ഒരു സെയിം സാധനം തന്നെ ഒരു 3 നേരം കുടിക്കുമ്പോൾ ഒരു ദിവസം നമ്മൾ 45 അങ്ങനെ പോരുകയാണ്. പിന്നെ നമ്മൾ കഴിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ്, പെപ്സി, കോള, അതേപോലെ തന്നെ ബോട്ടിലുള്ള ജ്യൂസുകൾ, ഇതിൽ നിന്നൊക്കെ നമുക്കൊരു 35 ഗ്രാംസ് ഷുഗർ ഓരോ കുപ്പിയിൽ നിന്നും ലഭിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സ് ഒരിക്കലും ഡയബറ്റിക് പേഷ്യൻസ്, ഇത്തരത്തിലുള്ള ഡ്രിങ്ക്സ് ഒരിക്കലും ഡയബറ്റിക് പേഷ്യൻസ് കുടിക്കാൻ പാടില്ല. അപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിന് ഏറ്റവും സേഫായിട്ട് കുടിക്കാൻ പറ്റിയ എന്താണ്? തീർച്ചയായിട്ടും അത് സാധാ വെള്ളമാണ്. നമ്മളുടെ പ്യുവർ വാട്ടറാണ് ഏറ്റവും സുഖമായിട്ട് സേഫ്ലി കഴിക്കാൻ പറ്റുന്നത്. പിന്നെ അതേപോലെ തന്നെ ബട്ടർ മിൽക്ക്, നമ്മുടെ മോര്, പഞ്ചസാര ഒന്നും ഇടാതെ, അതേപോലെ തന്നെ നമ്മളുടെ ബ്ലാക്ക് കോഫി, ഗ്രീൻ ടീ, അതേപോലെ തന്നെ ബ്ലാക്ക് ടീ, ഇതൊക്കെ നമുക്ക് പഞ്ചസാര ഇടാതെ ഡയബറ്റിക് പേഷ്യന്റിന് കഴിക്കാവുന്നതാണ്. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ജ്യൂസ് നമുക്ക് അത്ര സുഖകരമല്ല എന്ന് പറയുന്നത് വെച്ചാൽ, ജ്യൂസ് കുടിക്കുമ്പോൾ അതൊരു ലിക്വിഡ് കലോറീസ് ആണ്. ഇത്തരത്തിലുള്ള ലിക്വിഡ് കലോറീസ് പ്രത്യേകിച്ച് ഡയബറ്റിക് പേഷ്യൻസ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ സാറ്റൈറ്റി സിഗ്നല് അത് ബൈപ്പാസ് ചെയ്യും. എന്താണ് സാറ്റൈറ്റി സിഗ്നൽ? നമ്മൾ എപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വയറ് ഫുള്ളാകുമ്പോഴേ നമുക്കൊരു ഫീല് വരും, വയറ് നിറഞ്ഞു, ഇനി ഭക്ഷണം നിർത്തിയാൽ മതി. അത് ഒരു ഹോർമോണ് ഇൻഡസ്റ്റൈനിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് അതിൻ്റെ സിഗ്നൽ ബ്രെയിനിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ആ ഒരു സുഖമുള്ള ഒരു ഫീല് കിട്ടുന്നത്. ഈ ഫീല് നമ്മൾ എത്ര ഡ്രിങ്ക്സ് കുടിക്കുമ്പോഴും ആ ഒരു ഫീല് പെട്ടെന്ന് ഗ്യാസ്ട്രിക് എംപ്റ്റിങ് ഒക്കെ വന്നിട്ട് നമുക്ക് ആ ഫീല് ലഭിക്കാതെയാകും. അത് നമ്മളെ കൂടുതൽ ഷുഗർ അകത്താക്കാൻ കാരണമാകും. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഡ്രിങ്ക്സ് നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം എന്ന് തന്നെ പറയാൻ കാരണം. ഇനി നാളെ നമ്മളുടെ ഈ ഡയബറ്റിക് സീരീസിൽ നമ്മൾ നാളെ പഠിക്കാൻ പോകുന്നത് എക്സസൈസ് ആണ്. അത് എത്ര, എങ്ങനെ. അപ്പോൾ നാളെ മുതൽ നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന സാധനമാണ് എക്സസൈസ്. അപ്പോൾ എല്ലാവരും നാളെ 8 മണിക്ക് തന്നെ എത്തുക, അറ്റൻഡൻസ് രേഖപ്പെടുത്തുക. താങ്ക് യു.